ഹലോ, ഇന്ന് 50-ാം പിറന്നാൾ ആഘോഷിക്കുന്ന നടിപ്പിൻ നായകൻ സൂര്യയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. 5-ാം സ്ഥാനത്ത് റെട്രോ. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും ട്രോളുകൾ കേട്ടിട്ടാണ് ഈ സിനിമ ഞാൻ കാണാനിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കുറ്റം കാണും എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവസാനം എനിക്ക് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ തോന്നിയില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് റെട്രോ. 4-ാം സ്ഥാനത്ത് ഏഴാം അറിവ്. ഇതൊരു പെർഫെക്റ്റ് സിനിമയൊന്നല്ല, പക്ഷേ AR മുരുകദോസിൻ്റെ വിഷൻ, സൂര്യയുടെ ഹാർഡ് വർക്ക്, പിന്നെ വില്ലനായ ഡോങ്ലിയുടെ മെനേസിംഗ് പെർഫോമൻസ് കാരണം എനിക്ക് വളരെയധികം എൻ്റർടൈനിങ് ആൻഡ് എൻഗേജിങ് സിനിമയായിട്ടാണ് തോന്നിയത്. 3-ാം സ്ഥാനത്ത് മാറ്റാൻ. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഓവർ ആംബിഷ്യസും ക്ലൈമാക്സ് വലിച്ചു നീട്ടിയതായി തോന്നിയെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള, എന്നാൽ ഫാൻസിന് പോലും താല്പര്യമില്ലാത്ത ഒരു സൂര്യ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. 2-ാം സ്ഥാനത്ത് ആയുധ എഴുത്ത്. മണിരത്നം സംവിധാനം ചെയ്ത ഈ സിനിമ ഹൈപ്പർ ലിങ്ക് നറേഷനിൽ കഥ പറഞ്ഞ ആദ്യത്തെ തമിഴ് സിനിമയാണ്. വളരെ അണ്ടർറേറ്റഡ് ആയ ഒരു ക്യാമ്പസ് പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് ആയുധ എഴുത്ത്. ആൻഡ് നമ്പർ 1 ഗോസ് ടു കാക്ക കാക്ക. സൂര്യയ്ക്ക് ആദ്യമായി ബിഗ് ബ്രേക്ക് കൊടുത്ത സിനിമ, ഗൗതം മേനോൻ്റെ ആദ്യത്തെ ആക്ഷൻ സിനിമ. അതുവരെ തമിഴ് സിനിമ കണ്ടിട്ടില്ലാത്ത വളരെ സ്റ്റൈലിഷ് ആയ ഒരു കോപ്പ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കാക്ക കാക്ക. ഇതേ ടെംപ്ലേറ്റ് വേട്ടയാട് വിളയാട് എന്ന ഇരുന്താലിൽ ഗൗതം മേനോൻ യൂസ് ചെയ്തെങ്കിലും കാക്ക കാക്ക ആണ് ഇതിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്.